എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് 2 ദിവസം അല്ല കേട്ടോ, കുറച്ച് ദിവസങ്ങളാണ്. എനിക്ക് തോന്നുന്നു കിച്ചുവിൻ്റെ ലൈവ് സ്റ്റോറി പറഞ്ഞ ദിവസം മുതൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം ഷഫീന ബീവിയാണ് രേഷ്മ പി തങ്കച്ചിനെ തകർക്കാൻ വേണ്ടി കിച്ചുവിനെ കൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. അതിന് കിച്ചു തന്നെ വന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തതല്ല, ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷമാണ് വിപിൻ ലാൽ എന്ന് പറയുന്ന സംവിധായകൻ ഷഫീന ബീവിയെ അപ്രോച്ച് ചെയ്യുകയും അവരെ അടുത്ത് പോയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയും ചെയ്തു. ആ ഇൻ്റർവ്യൂ പുറത്ത് വന്നതിൻ്റെ പിന്നാലെ അടുത്തൊരു ആരോപണം വന്നിരിക്കുകയാണ്. വിപിൻ ലാലിനെ വെച്ചിട്ട് രേഷ്മ പി തങ്കച്ചിനെ ട്രാപ്പിലാക്കിക്കൊണ്ട് അവരുടെ വീഡിയോകൾ എടുത്തിട്ട് പല അനാവശ്യ അശ്ലീല സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയാണ് ഷഫീന ബീവി ശ്രമിച്ചത് എന്ന് പറഞ്ഞ് നരേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസമായിട്ട് രേഷ്മ പി തങ്കച്ചിനെ വൈറ്റ് വാഷ് ചെയ്യുന്ന ടീമുകളെല്ലാം ആഘോഷിക്കുകയായിരുന്നു ആ ഒരു വിഷയം. ആ വിഷയം ആഘോഷിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഈ വിപിൻ ലാൽ എന്ന് പറയുന്ന ഡയറക്ടർ വേറൊരു ചാനലിൽ ഷഫീന ബീവിക്ക് ഇൻ്റർവ്യൂ കൊടുത്തതിനോടൊപ്പം തന്നെ വേറൊരു ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 3 പാർട്ടായിട്ടാണ് ഇൻ്റർവ്യൂ വന്നത്. അപ്പോൾ ഞാൻ ഈ 3 പാർട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഇയാളൊരു പോയിന്റ് പറയുന്നുണ്ട്. ആ പോയിന്റ് വെച്ചിട്ടാണ് രേഷ്മ പി തങ്കച്ചിനെ വൈറ്റ് വാഷ് ചെയ്യുന്ന ടീമുകൾ ആഘോഷിക്കുന്നത്. കണ്ടില്ലേ, ഇയാൾ സത്യം പുറത്ത് പറഞ്ഞ് കണ്ടില്ലേ, ഇയാളുടെ നാവ് ചതിച്ചു, ഷഫീന ബീവിയും അയാൾ തമ്മിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഈ വിഷയം ഇത്രയും വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിയത്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വൈറ്റ് വാഷ് ടീം രംഗത്ത് വന്നിരിക്കുന്നത്. ആ വിഷയം എന്താണ് എന്നാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഷഫീന ബീവിയുടെ പങ്ക് എന്താണ്, ഷഫീന ബീവി എങ്ങനെ ഇതിനകത്ത് വന്നു, അവർ ഈ സംവിധായകനും ആയിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ച് ആ ഹൈപ്പൊക്കെ ഒന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ചധികം ആൾക്കാരിലേക്ക് ഈ വീഡിയോ എത്തും. കാരണം ഒരുപാട് മാനിപ്പുലേഷൻസ് നടന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ. രേഷ്മ പി തങ്കച്ചൻ റോഡെ നടന്നു പോയി കഴിഞ്ഞാൽ ഒരു കാലിലൊരു കല്ല് തട്ടിക്കഴിഞ്ഞാൽ ആ കല്ല് അവിടെ കൊണ്ട് വെച്ചത് ഷഫീന ബീവിയാണെന്ന് പറയും. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പുറത്ത് വരുമ്പോൾ ഈ രേഷു തങ്കുവിൻ്റെ വൈറ്റ് വാഷിംഗ് ടീം ഉറപ്പായിട്ട് പറഞ്ഞുണ്ടാക്കും, ഇവൻ അവളുടെ പാവാടവള്ളി, ഇവൻ അവളുടെ ബിനാമി, എന്ത് തന്നെ പറഞ്ഞാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, നിലപാടുള്ള സ്ത്രീയാണ് അവർ, നിലപാടുള്ള സ്ത്രീ. അവർ പറഞ്ഞ വാക്കിൽ ഒരു ഉറച്ചു നിൽക്കും. ഒരുപാട് പേര് അവരെ വിമർശിക്കുന്നുണ്ട്, അവരെ ചീത്ത പറയുന്നുണ്ട്, അവർ പണ്ടത്തെ അവരെ എന്തൊക്കെയോ കാര്യങ്ങൾ എടുത്ത് സംസാരിക്കുന്നുണ്ട്. ഇതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ ഈ ഒരു വിഷയത്തിൽ അവർക്കൊപ്പം തന്നെയാണ്. അവർ ഈ വിഷയത്തിൽ കള്ളം പറഞ്ഞിട്ടില്ല. ആ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഈ വിപിൻ ലാലിൻ്റെ വിഷയമായിക്കോട്ടെ, കിച്ചുവിൻ്റെ വിഷയമായിക്കോട്ടെ, അവർ കള്ളം പറഞ്ഞിട്ടില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി സംസാരിക്കുന്നത്. ഇനി എന്നെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, താറടിക്കേണ്ടവർക്ക് താറടിക്കാം, ഒരു പ്രശ്നമില്ല. സത്യത്തിൻ്റെ കൂടെ നിൽക്കണം എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന് സംസാരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ഞാൻ ഈ വിപിൻ ലാലോട് സംസാരിച്ചു. വിപിൻ ലാൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്, ഷഫീന ബീവിയുടെ അടുത്ത് എങ്ങനെ എത്തി, ഷഫീന ബീവിയുമായിട്ടുള്ള കോൺടാക്ട് എങ്ങനെയാണ് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിപിൻ ലാൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്കിന്ന് സംസാരിക്കാനുണ്ട്. സോ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണുക. മുഴുവൻ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. വൈറ്റ് വാഷിംഗ് ടീം ആഘോഷമാക്കുന്ന ആ വിഷയമാണോ ശരി, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന കാര്യമാണോ ശരിയെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വൈറ്റ് വാഷിംഗ് ടീം സ്പ്രെഡ് ചെയ്ത വീഡിയോ നമുക്കൊന്ന് കേൾക്കാം. ഒരു ഇൻ്റർവ്യൂവിൻ്റെ 1 മിനിറ്റ് പോലും അല്ലെങ്കിൽ 30 സെക്കൻഡ് പോലും ഇല്ലാത്തൊരു ചെറിയ പീസ് എടുത്ത് വെച്ചിട്ടാണ് ഇവർ വൈറ്റ് വാഷ് ചെയ്യുന്നത്. രേഷ്മ പി തങ്കച്ചൻ അഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കുന്നത് ഷഫീന ബീവിയാണ് എന്ന് പറഞ്ഞിട്ട് വൈറ്റ് വാഷ് ചെയ്യുന്നത്. യൂട്യൂബേഴ്സ് ഇതൊരു കോണ്ടന്റ് മാത്രമാണ്, അതാണ് എപ്പോഴും എനിക്ക് പറയാനുള്ളത്. യൂട്യൂബേഴ്സിന് ഇതൊരു കോണ്ടന്റ് മാത്രമാണ്. ശരിക്കും ഇപ്പം ഞാൻ ഈ വിഷയം ചെയ്യുന്നത്, ഇപ്പം രേഷ്മ പി തങ്കച്ചൻ്റെ വിഷയം ഞാൻ എടുക്കുന്നത് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് പോലെയാണ്. സത്യമായിട്ടും ഇവരെ നന്നാക്കിയിട്ട് ഒരു ലാഭവും യൂട്യൂബേഴ്സിന് ഉണ്ടാക്കാൻ പോകുന്നില്ല. പിന്നെ ഒരുപാട് കുട്ടികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് കൊണ്ട് ആദ്യമൊക്കെ വിചാരിച്ചു കുട്ടികൾ ഉപയോഗിക്കുന്നതല്ലേ, ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കും, ഒരുപാട് പേര് ഇവരെ വിമർശിക്കുമ്പോൾ ഇവർ അടങ്ങും ഒതുങ്ങും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഒരു മാറ്റവും ഇല്ല, മാറാനോട്ട് പോകുന്നുമില്ല, മാറുന്നുള്ള പ്രതീക്ഷയില്ല. അത്രമാത്രമേ ഞാനിപ്പോൾ അങ്ങനെ എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വൈറ്റ് വാഷിംഗ് ടീം വെച്ച ആ ഒരു പോർഷൻ, ആ ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് ആദ്യം കാണാം. എന്നിട്ട് അതിൻ്റെ മുന്നേ ഉള്ള ഭാഗം നമുക്കൊന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കാം. കംപ്ലീറ്റ് വീഡിയോ അല്ല, ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് ഈ ഡയറക്ടർക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്, ഷഫീന ബീവി ഇതിലേക്ക് എങ്ങനെ വന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ലാസ്റ്റ് എന്റെ ബൈറ്റൊക്കെ എടുത്തിട്ടുള്ള ആ താത്തേനെ ലാസ്റ്റ് ഞാൻ തരുന്നുണ്ട് എന്നാണ് ഞാൻ എഴുതിയത്. എന്ന് വെച്ചാൽ ഞാൻ കണ്ടന്റ് തരുന്നുണ്ട് എന്നാണ് ഞാൻ ലാസ്റ്റ് അവർക്ക് കമന്റ് ചെയ്തത്. ഈ ഒരൊറ്റ പോയിന്റ് ലാസ്റ്റ് ഞാൻ കമന്റ് ചെയ്ത താത്തയ്ക്ക്, അതായത് ബൈറ്റ് എടുത്ത താത്തയ്ക്ക് ഞാനൊരു കമന്റ് ചെയ്തു. ഈ കമന്റിൽ ഞാൻ പറഞ്ഞത് ഞാൻ തരുന്നുണ്ട്, കോണ്ടന്റ് തരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇത് താത്ത എന്നുള്ള പേര് കണ്ട ഉടനെ രേഷ്മ പി തങ്കച്ചൻ ഉൾപ്പെടെ വൈറ്റ് വാഷിംഗ് ടീം എന്ത് ചെയ്തു, കണ്ടില്ലേ, പ്ലാനിങ് കണ്ടില്ലേ, അവർ ഒരുമിച്ച് പ്ലാൻ ചെയ്ത പരിപാടിയാണ്. രേഷ്മ പി തങ്കച്ചൻ അവിടെ എത്തിച്ചത് ഷഫീന ബീവിയുടെ പ്ലാനോട് കൂടിയാണ്. അവർക്ക് തലേ കൂടെ വണ്ടി ഓടല്ലേ, ഇത്രയും കാശ് മുടക്കിയിട്ട് ഇവരെ വിളിച്ച് അവിടെ എത്തിക്കാനും ഈ പറയുന്ന എന്താ
ഈ ആൽബം ഷൂട്ട് നടത്താനും അവർക്ക് തലകൂടെ വണ്ടി ഓടുകയാണല്ലോ. അപ്പോൾ ഈ ഒരു ഒറ്റ പീസ് വെച്ചിട്ടാണ് ഇവർ വെള്ള പൂശാൻ വേണ്ടി ശ്രമിച്ചത്. അത് അടപടലം 3G ആവുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത്. അവരുടെ മാനിപ്പുലേഷൻ ഒന്നും അല്ല സത്യമെന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഈ ഇൻ്റർവ്യൂവിൻ്റെ മുന്നേ ഉള്ള ഭാഗം എന്തുകൊണ്ട് ഈ സംവിധായകൻ ആ ഒരു പോയിന്റ് അവിടെ പറഞ്ഞു. ഇയാൾ ഷഫീന ബീവിക്ക് മാത്രമാണോ കമൻറ്റ് ചെയ്തത് അതോ മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു 3.5 മിനിറ്റ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനത് കുറച്ച് സ്പീഡ് കൂട്ടി വയ്ക്കാം, നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും. അതിനകത്ത് നമ്മുടെ രേണുവിനെ തന്നെ വെച്ചിട്ട് ചെയ്തു. പൊതു ഇടങ്ങളിലൊക്കെ ഇതുപോലെ അവഹേളിക്കപ്പെടുന്നതും ഒറ്റപ്പെടുന്നതും ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ ആവുന്ന ഒരാൾക്ക്, അങ്ങനെയൊക്കെ അനുഭവിച്ചാൽ നമ്മൾ, അപ്പം അങ്ങനെ ആവുന്ന ഒരാൾക്ക് സപ്പോർട്ട് ചെയ്യാന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ആ കുട്ടീനെ വിളിച്ചത്. തുടക്കകാലം ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ സഹകരിച്ചു. പ്രശ്നങ്ങളുണ്ടായിരുന്നു, അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷെ ഞാൻ അത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അവർ എന്ത് ചെയ്താലും കൈയടിക്കാനും സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. അപ്പൊ ചേട്ടൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക, ചേട്ടൻ മനസ്സിൽ കണ്ട ഒരു വിഷ്വല് 100% രേണുവിന് ഔട്ടിറക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവർ എന്ത് ചെയ്താലും എന്ത് കോമാളി കെട്ടിയാലും ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട്. തിരിച്ചറിവിലേക്ക് ഞാൻ ഒറ്റ കാര്യം, എന്തുകൊണ്ടാണ് രേണു സുധി എന്ന് പറയുന്നത് ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ട്, ഈ ഒരു ആർട്ടിസ്റ്റിനെ ഈ ഒരു വർക്കിലേക്ക് ക്ഷണിക്കാണ്ടായ കാരണം അവരുടെ ഹൈപ്പ് പ്രധാനമാണോ? ഹൈപ്പല്ല, അവരെ പ്രതികൂലിക്കുന്ന ആളുകളുടെ അടുത്തുനിന്നും അനുകൂലിക്കുന്ന ആളുകളുടെ അടുത്തുനിന്നും പണമാക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നുണ്ട്. അപ്പൊ അവരെ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും പൈസ ഇറക്കിയിട്ട് ഞാൻ പറഞ്ഞ 9ഓളം പാട്ട് ചെയ്തിട്ട് ഒരു രൂപ പോലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ അതിൽ ഇറക്കിയ പൈസ ഒന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല. ഇത് എന്റെ ഒരു പാഷൻ എന്നുള്ള ബേസിലാണ് ഞാൻ കൊണ്ടുപോയിട്ടുള്ളത്. എനിക്ക് എന്റെ വർക്കുകൾ അത് കേൾക്കാൻ താല്പര്യമുള്ളവരെ എത്തിക്കിട്ടിട്ട് അത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനുള്ള സന്തോഷം മാത്രമേ ഞാൻ അതുവരെ സ്വീകരിച്ചിട്ടുള്ളൂ. പൈസയ്ക്ക് വേണ്ടി രേണു സുധിയെ വെച്ച് ഈ ഒരു ആൽബം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഹൈപ്പ് ആവുന്ന ചേട്ടൻ വിചാരിച്ചിട്ടുണ്ട്? ഉറപ്പ് എനിക്ക് ഉറപ്പായിരുന്നു ഏകദേശം. കാരണം ഞാൻ അത് മുന്നേ തെളിയിച്ച് 8 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ സോങ്, പിന്നെ കർത്താവിന്റെ സോങ്, കൃഷ്ണന്റെ പാട്ട്, അങ്ങനെ മുന്നിൽ നിൽക്കുന്ന എല്ലാ ദൈവങ്ങളുടെയും പാട്ട് ചെയ്തിട്ട് 2000, 3000, 1500 ഒക്കെ ഭക്തന്മാരെ കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വന്നാണ് എനിക്ക്. രേണുവിനെ വെച്ചപ്പോൾ 8 ലക്ഷം ഭക്തന്മാരാണ് ഒറ്റയ്ക്ക് വന്നത്. 8 ലക്ഷം ആളുകൾ ഭക്തന്മാര്. അതിൽ ആരായിരുന്നു നായകൻ? അത് ദാസൻ കാലിക്കറ്റ്. ദാസേട്ടനെയാണ് ഞാൻ ആദ്യം കാണുന്നത്. പുള്ളി വഴിയാണ് ഞാൻ രേണുവിലേക്ക് എത്തുന്നത്. പുള്ളിയാണ് രേണുവിനെ സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ. തീർച്ചയായിട്ടും ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് ഇങ്ങനെ സുധിച്ചേട്ടന്റെ ആ ഒരു തണലിൽ ആ സമയത്ത് വന്നതുകൊണ്ട് തന്നെ രേണുവിനെ ആളുകളൊന്നും നോട്ടബിൾ ആണ്. ഞാൻ അതും നോക്കിയില്ല. പക്ഷേ ഈ സുധി എന്ന് പറഞ്ഞ കലാകാരൻ എനിക്ക് ഇഷ്ടമായിരുന്നു. നല്ല ടൈമിംഗ് ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ പുള്ളി എനിക്ക് ആ ഒരു കലാബേസിൽ വലിയ ഇഷ്ടമായിരുന്നു. ആ പുള്ളിന്റെ ബേസിലെ ഞാൻ ഇവരെ കണ്ടില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഭർത്താവ് മരിച്ചൊരു സ്ത്രീയെ ഒരുപാട് ആൾക്കാർ ആക്രമിക്കുന്ന പോലെ എനിക്ക് തോന്നി. സത്യമായിട്ട് ഞാൻ എല്ലാ സ്ത്രീകൾക്കും ചിലപ്പോൾ ഇതേ അവസ്ഥ വരുമോ, ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ബാധിച്ചാൽ ഈ ഷൂട്ടിന്റെ തലേ ദിവസം വരെ സപ്പോർട്ട് തലേ ദിവസം വരെ എന്നോട് പറഞ്ഞത്, ഒരാൾ പറഞ്ഞത് അങ്ങനെയാണ് അവർ എപ്പോഴും അവരെ ആ ഒരു സ്വഭാവം കാണിക്കും, അവരുടെ ക്വാളിറ്റി എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും, എത്ര പണം വന്നാലും എത്ര വിദ്യാഭ്യാസം കൊടുത്താലും അവർ ആ ഇരിക്കുന്ന സിറ്റുവേഷൻ അവർ കാണിക്കും. എന്നോട് പലരും പല രീതിയിലും പറയും. പക്ഷേ ഓൾറെഡി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവർക്ക് വീട് കിട്ടിയാനൊക്കെ തന്നെ വലിയ രീതിയിൽ ചർച്ച വന്നിട്ടുണ്ട് അല്ലേ? അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതിലൊക്കെ ഞാൻ വലുതായി കൊടുക്കുന്ന ഇടതായി അറിയരുത് എന്നൊക്കെ പറഞ്ഞ് കമന്റ് ചെയ്ത് അവർ സപ്പോർട്ട് ചെയ്താണ് ഞാൻ. ഈ പറയുന്ന ഇപ്പം ലാസ്റ്റ് എന്റെ ബൈറ്റൊക്കെ എടുത്തിട്ടുള്ള ആ താത്തേനെ ലാസ്റ്റ് ഞാൻ തരുന്നുണ്ട് എന്നാണ് ഞാൻ എഴുതിയത്. എന്ന് വെച്ചാൽ ഞാൻ കണ്ടന്റ് തരുന്നുണ്ട് എന്നാണ് ഞാൻ ലാസ്റ്റ് അവർക്ക് കമന്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ടിംഗ് ഇറങ്ങുന്നത്. പക്ഷെ കിട്ടിയത് എനിക്ക് പണി കിട്ടി. നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു പോർഷനിൽ, ഈ ഒരു 3-3.5 മിനിറ്റ് പോർഷനിൽ വളരെ വ്യക്തമായിട്ട് അയാൾ പറയുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് ഈ സംവിധായകനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ സംവിധായകൻ ശരിയാണെന്നോ ഒന്നും അവകാശപ്പെടാൻ വന്ന ഒരാളല്ല. ഞാൻ പറയാൻ വന്നത് ഒരൊറ്റ കാര്യം മാത്രം. ഇയാളുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു? ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ സംവിധായകൻ ഒരു 9ഓളം പാട്ടുകൾ ഓൾറെഡി ആൽബമായിട്ട് ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും വേണ്ടത്ര പരിഗണന സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതും ഡിവോഷണൽ സോങ്സ് ഉണ്ട്, മറ്റു പാട്ടുകളുണ്ട്, ഇത് നമ്മൾ പോലും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്തോ ലയനം എന്താണ് ആളുടെ ചാനലിൻ്റെ പേര്, ആ ഒരു സാഹചര്യത്തിൽ ആളുടെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഒരു വൾഗാരിറ്റി കൊണ്ടുവന്നിട്ട് അങ്ങനെ ഒരു ആൽബം ഷൂട്ട് ചെയ്യാം. അങ്ങനെ രേഷ്മ പി തങ്കച്ചനിലേക്ക് ഇതെത്തുന്നു. എങ്ങനെയാണ്? ദാസൻ കോഴിക്കോട് വഴി ഇവരുടെ ഫസ്റ്റ് ആൽബത്തിലേക്ക് ഇവർ കാസ്റ്റ് ചെയ്യപ്പെടുന്നു. അതിനുശേഷം ഇവരിപ്പോൾ ഇവരുടെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം, കണ്ടതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു വിവരമൊക്കെ അറിഞ്ഞിട്ടായിരിക്കാം ഇവരെ ഇതിലേക്ക് ഈ ഒരു ആൽബത്തിലേക്ക് കാസ്റ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ്ലി വൾഗറായിട്ടുള്ള കാര്യങ്ങൾ അയാൾ പറയുന്നു. എന്താ സ്വിമ്മിംഗ് സൂട്ട് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറയുന്നു. ഇത് ബൈറ്റുകളായിട്ട് അല്ലെങ്കിൽ എന്തായാലും ഇവരുടെ കൂടെ മീഡിയക്കാരുണ്ടാവുമല്ലോ, ക്ലിപ്പുകളായിട്ടൊക്കെ പുറത്ത് പോകുമ്പോഴേക്കും ചർച്ചയാവും, ഈ ആൽബം ശ്രദ്ധിക്കപ്പെടും. ഇതായിരുന്നു ഇയാളുടെ ഇൻറ്റൻഷൻ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആളുടെ ഫ്രസ്ട്രേഷനാണ് ആളെ ഈ വർക്കിലേക്ക് കൊണ്ടുവന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ തെരുവ് നാടകങ്ങൾ കാണുമല്ലോ, അതായത് സമൂഹത്തിനോടുള്ള ഒരു പ്രതിഷേധം, അതിൻ്റെ പേരിലാണ് ഞാൻ ഈ നാടകം എടുക്കുന്നത് എന്ന് പറയുന്ന പോലെ ഒരുതരം പ്രതിഷേധമായിട്ടാണ് ഈ വ്യക്തി ഈ ഒരു ആൽബത്തിൻ്റെ പിന്നാലെ കൂടിയത്, അതിൽ ഇവരെ കാസ്റ്റ് ചെയ്തത്. അതിൻ്റെ കാരണമാണ് അയാൾ പറയുന്നത്. ഇതിൻ്റെ ഇത്രയും പോർഷൻ ഉണ്ടായിട്ട് ആ ഒരു ചെറിയ പീസ് മാത്രം കട്ട് ചെയ്ത് ഇയാൾ ഉദ്ദേശം എന്താണ്? നിങ്ങൾക്ക് ഞാൻ കോണ്ടന്റ് തരുന്നുണ്ട്. ഇയാൾ പലർക്കും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് ഇവർ ഒരുമിച്ച് സംസാരിച്ചതുകൊണ്ട് മാത്രമാണ് ആ താത്ത എന്നുള്ള വാക്കോടെ വന്നത്. ഈ താത്ത കേട്ടോടനെ വൈറ്റ് വാഷിംഗ് ടീം എന്ത് ചെയ്തു? ഇവർ പ്ലാനിങ് ആണ്, ഇവർക്ക് മുൻകൂട്ടി പരിചയമുണ്ട് എന്നുള്ള ലെവലിലേക്ക് ഞങ്ങൾ ചിത്രീകരിച്ചു. അവരെ താങ്ങുന്ന കുറേ ടീമുകൾ, അവരെപ്പോലെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ എന്ത് തോന്നിവാസം കാണിച്ചും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ ടീമുകൾ എന്ത് ചെയ്തു? അതിനെ അങ്ങ് പൊക്കി പിടിച്ചു. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ ആരും മെനക്കെട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായിട്ട് കേൾക്കുന്ന വാർത്ത ഇതാണ്, ഷഫീന ബീവിയാണ് രേഷ്മ പി തങ്കച്ചൻ്റെ തകർച്ചയ്ക്ക് വേണ്ടി ഇറങ്ങി ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഞാനൊക്കെ ശരിക്കും ദിവസം ഒരു വീഡിയോ ഒക്കെ ചെയ്താലായി. പല ആൾക്കാരും
5ഉം 6ഉം വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരെ ഒന്നും ഇവർ ആരും ഫോക്കസ് ചെയ്യുന്നില്ല. ഇവരെല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ഒരു ഷഫീന ബീവി, അല്ലെങ്കിൽ ഒരു ദേവ്, അല്ലെങ്കിൽ ഒരു മനു, ഈ 3-4 പേര് മാത്രം, അല്ലെങ്കിൽ ഒരു അതുൽ, ഇങ്ങനെ ഒരു 3-4 പേര് മാത്രമാണ് ഇവരിൽ പലരും ഫോക്കസ് ചെയ്യുന്നത്. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് വരുന്നു. അത് മറുപടി എന്താണ്? ചക്ക എന്ന് പറയുമ്പോൾ ചുക്കം നീക്കുന്നു, മാങ്ങുന്ന മറുപടി തരുന്നു. ഇതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇയാളുടെ ഇൻറ്റൻഷൻ ഇതായിരുന്നു. വൾഗാരിറ്റി ആണെങ്കിൽ പോലും അത് പുറത്തേക്ക് വിട്ടുകൊണ്ട് ചർച്ചയാവണം. ചർച്ചയായി കഴിഞ്ഞാൽ ആൽബം കാണാൻ ആൾക്കാർ വരും. ആൽബത്തിനകത്ത് അങ്ങനെ വൾഗാരിറ്റി ഒന്നും ഉണ്ടാവുകയില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഇനി ഞാൻ ഈ മനുഷ്യനോട് ഇന്ന് രാവിലെ സംസാരിച്ചു. ഞാൻ വ്യക്തമായിട്ട് ചോദിച്ചു, എങ്ങനെയാണ് ഷഫീന ബീവി ഈ വിഷയത്തിലേക്ക് വരുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഷഫീന ബീവിയെ കോൺടാക്ട് ചെയ്തത്? അതിന് ആ മനുഷ്യൻ പറയുന്ന മറുപടി കേൾക്കണം. ഇത് എനിക്ക് അയാൾ അറിയത്തില്ല, ഞാൻ ഒരു പരിചയവുമില്ല. നമ്പർ കളക്ട് ചെയ്തു, ഞാൻ അയാളെ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച് 28 മിനിറ്റാണ് സംസാരിച്ചത്. അതിനകത്ത് 5 മിനിറ്റ് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. ബാക്കി ഫുള്ള് പുള്ളിയുടെ വർക്കുകളെ കുറിച്ച് പുള്ളി പറയുന്നത്, മുന്നേ ചെയ്ത വർക്കുകളെ കുറിച്ചും ഇനി ഈ ഒരു വർക്ക് ഇനിയും പുള്ളി ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറയുന്നത്. അതൊന്നും ഈ ഒരു വിഷയത്തിലേക്ക് വരേണ്ട കാര്യമല്ല. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിന് ആവശ്യമുള്ള കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യുന്നത്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇത് ഇപ്പം ഓൾറെഡി 2 ചാനലിലാണ് ചേട്ടൻ സംസാരിച്ച് കണ്ടത്. അവരെന്നോട് ചോദിച്ചത് അവരോടാ പറഞ്ഞ അത്രേ ഉള്ളൂ. എന്താ കേട്ടില്ല? അവര് എന്നോട് ചോദിച്ചോണ്ട് ഞാൻ അവരോട് കാര്യം പറഞ്ഞതാണ്. ആരാ ചോദിച്ചേ? അവര് ചാനലുകാര്. അവർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യായിരുന്നോ? അല്ല, ആ. ഒരാൾ ഞാൻ വിളിച്ചതാണ്. ആരെയാ വിളിച്ചത്? ആരെയാ? അന്ന് ഞാൻ താത്തേനെ അങ്ങോട്ട് വിളിച്ചതാണ്. ഷഫീന ബീവിനെ അങ്ങോട്ട് വിളിച്ചു അല്ലേ? അങ്ങോട്ട് വിളിച്ചതാ. എനിക്ക് എന്തുകൊണ്ടാണ് ഷഫീന ബീവി? അല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ അവരെ നമ്പർ കോണ്ടാക്ട് ചെയ്ത് ഓക്കെ അവരെ വിളിച്ച് അവർക്ക് വയ്യാത്തോണ്ട് ഞാൻ കുറച്ച് അങ്ങോട്ട് സഹകരിച്ച് അങ്ങോട്ട് ചെന്ന് ഞാൻ അവരെ കാറിലിരുന്ന് കൊടുത്താണ്. ഓ, സംസാരിച്ചതാണ്. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ 2ാമത്തെ ഇന്റർവ്യൂ കൊടുത്തല്ലോ. ഈ 2ാമത്തെ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ അതിനകത്തൊരു പോയിന്റ് പറയുന്നുണ്ടായിരുന്നു. അതായത് ഞാൻ അവർക്ക് അവരുടെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കോണ്ടന്റ് തരാമെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ പറഞ്ഞ പോലെ രേണുവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരുവിധ ആൾക്കാർക്കൊക്കെ അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ട്. അല്ല, ആ കോണ്ടന്റ് ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നു? അത് അവിടെ ഉദ്ദേശിച്ചത് ഞാൻ ഇതിനകത്തുള്ള സീൻസ് എന്തായാലും നിങ്ങൾ എടുക്കുമെന്ന് എനിക്കറിയാം. ഓക്കെ. ഇതിനകത്ത് സീൻസ് കാരണം കുണുങ്ങി എന്ന് പറയുന്ന ആ ആൽബമായിട്ട് എനിക്ക് കുറച്ച് വ്യത്യാസം ഇതിനകത്തുണ്ട്. കാരണം അതിൽ നല്ല വൃത്തിയായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളുമാണ്. ഓക്കെ. രേണുവിന് തന്നെ വെച്ചാ ചെയ്ത്. രേണു പോരാഞ്ഞ് ദാസനും ഉണ്ടായിരുന്നു. അതിലാകെ എനിക്ക് ക്ലിക്കായത് അതിന്റെ ഒരു റീല് പാലത്തിന്റെ മുകളിൽ വണ്ടി ബ്ലോക്ക് ആയ സമയത്ത്. അതിനെ കുറിച്ചൊക്കെ ഭയങ്കര ചൂടായിരുന്നല്ലോ. പാലത്തിന്റെ മുകളിൽ വണ്ടി ബ്ലോക്ക് ആയ സമയത്ത് ഞങ്ങൾ ആ പാലത്തുമ്മലേക്ക് നിന്ന്, അത് വൺ സൈഡ് വണ്ടി പോകുന്നുണ്ട്. ഓക്കെ. ഞങ്ങൾ ആ പാലത്തുമ്മ നിന്ന് ഒരു ചെറിയ റീൽസ് എടുത്തിട്ടു. അപ്പൊ ഫുൾ കേൾക്കുന്നത് MVD എവിടെ എന്നാ. ഞാനിപ്പോ വിളിച്ചത് ഒരു കാര്യം അറിയാൻ വേണ്ടി. വൈ ഷഫീന ബീവി? അതായത് ഈ ഒരു വിഷയം ഷഫീന ബീവിയിലേക്ക് വിളിക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഷഫീന ബീവിയിലേക്ക് വിളിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വിഷയം കേട്ടാൽ മനസ്സിലാവുന്ന ഒരാൾ വേണം, അവരെ കുറിച്ച് അറിയാവുന്ന ഒരാളെ വേണം. പിന്നെ ഞാൻ തന്നെ അവരെയൊക്കെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിന് എനിക്ക് തന്നെ മനസ്സിൽ കുറ്റബോധം ഉണ്ട്. കാരണം അപ്പൊ അതങ്ങനെ അങ്ങ് തീർന്നു കൂട്ടിയേ. നിങ്ങൾക്കൊക്കെ തരാൻ എനിക്കും തോന്നിയിരുന്നു. അത് നിങ്ങൾ ആരും വരാത്തോണ്ടാ തരാൻ. നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരും, ആര് വന്നാലും തരും. ഞാനിപ്പോ പറഞ്ഞത് അത് തന്നെയല്ലേ. ഞാൻ എത്ര തിരിച്ചു പറയണോ, മറിച്ച് പറയണോ, എങ്ങനെ വേണം ഞാൻ പറയാം. അല്ല, എനിക്ക് പറയില്ലേ, ഇപ്പം വിപിൻ ചേട്ടന്റെ കോൺസെപ്റ്റ് ഒക്കെ ഓക്കെ, ഞാൻ അതിനൊന്നും ഒരു ഇത് പറയുന്നില്ല. പക്ഷേ ഈ വൾഗാരിറ്റി മാർക്കറ്റ് ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് കാണിക്കുക എന്ന് പറയുന്നതിനോടാണ് യോജിപ്പില്ലാത്തത്. മനസ്സിലായില്ലേ? ഞാൻ അതേ കാണുന്നത്. ഒരുപാട് പേര് അല്ലല്ല, അത് തെറ്റിദ്ധാരണയാണ്. ഒരുപാട് ആൾക്കാർ ആൽബം ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം അങ്ങനെയാണെങ്കിൽ ഈ വൾഗാരിറ്റി മാത്രമല്ലേ മാർക്കറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? എന്നാ അവർക്ക് കൊടുക്കാം. നമുക്ക് ഈ വിവാദങ്ങളൊന്നും ഇല്ലാതെയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വൾഗാരിറ്റി ഇല്ലാതെയോ അവർ തൃപ്തിപ്പെടുന്ന രീതിയിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മുന്നോട്ട് വരട്ടെ. കലാഭവൻ മണിയുടെ പാട്ട് ചെയ്ത ആ ചേട്ടന്റെ ആ കാരണവരുടെ ഒരു മോനുണ്ട് ഇല്ലേ, അയാൾ ഒരു സ്റ്റുഡിയോയും വെച്ച് ഈ പറയുന്ന എല്ലാ കലാകാരന്മാരെയും ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വിളിച്ചത് ഒരൊറ്റ കാര്യം അറിയാൻ വേണ്ടി. കാരണം ഇപ്പൊ വ്യാപകമായിട്ട് പ്രചരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഷഫീന ബീവി നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചു, ഷഫീന ബീവി കാരണമാണ് ഇപ്പോൾ. ഒരിക്കലും അല്ല. ഷഫീന ബേബിയിലേക്ക് ഞാൻ എത്തിയതാണ്. അങ്ങനെ നരേഷനാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഷഫീന ബേബിയിലേക്ക് എത്തിയാൽ എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് വിഷമമുണ്ട്. ഓക്കെ. പിന്നെ ഷഫീന ബേബി എന്താ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോ വണ്ടി ചെക്ക് ചെയ്തു എന്ന് പറയുന്നത് കേട്ടു. ഞാൻ ചെക്ക് ചെയ്തില്ല. കാരണം എനിക്കൊരു നോട്ടം കൊണ്ട് മനസ്സിലാവും ഷക്കീന ബീവിനെയൊക്കെ. ഞാൻ വീഡിയോ ഒന്നും അധികം കണ്ടിട്ടില്ല. ഞാൻ മോഹൻലാലിനെ തെറി പറയുന്ന ഒരു വീഡിയോയും ഷക്കീന ബീവിയെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ബിഗ് ബോസിലേക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ചേച്ചിക്ക്. അതിന് സാഹചര്യം വരാതിരുന്നപ്പോ കുറെ കഥ പറഞ്ഞു. അവസാനം മോഹൻലാലിനെ തന്നെ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തെറ്റിദ്ധാരണയാണ്. പക്ഷേ ബിഗ് ബോസിന് അതായിരിക്കും. ഞാൻ എന്റെ തോന്നലുകളാണ് പറയുന്നത്, എന്റെ കണക്കുകൂട്ടൽ. ഞാൻ അങ്ങനെയാണ് ആ സ്റ്റോറിയെ കാണുന്നത്. ഇനിയിപ്പോ ഞാൻ കാണുന്നത് ബിഗ് ബോസിനകത്ത് കയറി മോഹൻലാലിനോട് കളിക്കുന്നവരാണ് അവിടെ വിജയിക്കുന്നത്. ആ നിലയ്ക്ക് ബിഗ് ബോസിന് പുറത്തു നിന്ന് മോഹൻലാലിനോട് കളിച്ചു എന്നുള്ള ബേസിൽ എനിക്ക് അവരോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ആരെയും പേടിക്കാതെ നിൽക്കുന്നവരെ കാണുമ്പോൾ ഒരു സുഖമാണ്. പേടിക്കാതെ നിൽക്കുന്നവരെ, ആരെയും പേടിപ്പിക്കാതെ
പേടിക്കാതെ ബാലൻസ് ചെയ്ത് ഇങ്ങനെ ഒപ്പിച്ച് തലോടി ആ നിൽക്കാത്തവരെ കാണുമ്പോൾ ഒരു സുഖം, ആ ഒരു സുഖം എനിക്ക് അവരെ കാണുമ്പോൾ തോന്നാറുണ്ട്. പിന്നെ അവര് പരിക്കുള്ള ആളാണ്, അതും കൂടി ഉണ്ട്. ഞാൻ വിളിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആ കമന്റ്, അതായത് അവരുടെ ചാനലിൽ പോയിട്ട് നിങ്ങൾക്ക് കോണ്ടന്റ് ഞാൻ തരും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഷൂട്ടിലേക്ക് പോയത് എന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കുന്ന നരേഷൻ എന്ന് പറയുന്നത് കണ്ടില്ലേ, അവർ പ്ലാൻ ചെയ്ത് ഇങ്ങനൊരു കമന്റ് വരെ അവിടെ ചെയ്തു. അയ്യോ കഷ്ടപ്പാടാണ്, അവർക്കൊക്കെ കഷ്ടപ്പാടാണ്. ഞാൻ പറഞ്ഞില്ല, ആ കമന്റ് തന്നെ അവർക്ക് തപ്പി നോക്കിയാൽ മനസ്സിലാവും. അത് ഏതെങ്കിലും വീഡിയോ അവർ ഏതാണെന്ന് എനിക്ക് സത്യത്തിൽ ഓർമ്മയില്ല. കാരണം ഞാൻ ചെയ്യാൻ നിൽക്കല്ലേ, ഞാൻ ചെയ്യുന്നത് നിങ്ങളെ പ്രലോഭിപ്പിക്കുക തന്നെയാണ്. കീഴ്വഴക്കല്ലേ നമുക്ക് ഒരുമിച്ച് മാറ്റാമെന്ന് ഞാൻ ഇതിനു മുമ്പ് പറയുന്നില്ലേ? ഇത് തന്നെ ഞാൻ പറഞ്ഞുകൊടുക്കുന്നത്, നമുക്ക് ഒരുമിച്ച് മാറ്റാം കീഴ്വഴക്കം. ഷഫീന ബീവി എന്നല്ല, എനിക്ക് ഈ യൂട്യൂബേഴ്സിന് ആരും പരിചയമില്ല. പക്ഷെ ലാസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്ത ചാപ്പൂസ് എന്ന് പറഞ്ഞ അവന്റെ സ്റ്റുഡിയോയിൽ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. അവൻ എന്നെ അറിയാം, എനിക്ക് അവനെ അറിയാം. ഞാൻ അവന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100-ലധികം പാട്ട് സ്വന്തമായിട്ട് വരിയെഴുതി ചെയ്ത് പരാജയപ്പെട്ട് നിൽക്കുന്നവൻ അവൻ. അപ്പോൾ അവനും കൂടിയുള്ള എനിക്ക് പറയാതെ വയ്യ. അവൻ എന്നോടൊരു വീഡിയോ ചോദിച്ചപ്പോൾ ഞാൻ അവന്റെ സ്റ്റുഡിയോയിൽ അങ്ങോട്ട് ചെന്നിരുന്നു പറഞ്ഞ. അതൊക്കെ ഇനി എവിടെയും എനിക്ക് പറയുന്നതിന് യാതൊരു വിരോധമില്ല. ഇത് തന്നെ എനിക്ക് കോടതിയിലും പറയാനുള്ളൂ. എന്നോട് ഇടപെടുന്നത് എന്നെ ചേട്ടാന്ന് വിളിക്കുന്നു, മാഷേന്ന് വിളിക്കുന്നു, സാറേന്ന് എന്നെ എന്താ വിളിക്കുന്നതെന്ന് പോലും അതിനറിയില്ല, പാവം. അതൊക്കെ എന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നത് കേട്ട് ഞങ്ങൾ വിചാരിക്കും ഞാൻ അങ്ങനെ അതിനെ കണ്ടതും പാവം വെച്ചത്. പക്ഷെ ഈ പറഞ്ഞ കാവാലികന്മാരൊരു 6-7 എണ്ണം ആ വാചകം ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. കേട്ടല്ലോ, ഷഫീന ബീവി ഈ വിഷയത്തിൽ എങ്ങനെ വന്നു, കിച്ചുവിൻ്റെ വിഷയത്തിൽ എങ്ങനെ വന്നു, ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് നമ്മുടെ ചാനൽ കാണുന്ന, എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്കെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാര്യം ഒരു മനുഷ്യനെ അവർ ചെയ്യാത്ത കാര്യത്തെപ്പറ്റി, ഇപ്പോൾ രേഷ്മ പി തങ്കച്ചൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമാണ് ഓരോ യൂട്യൂബേഴ്സും എടുത്തു വെച്ച് സംസാരിച്ചിട്ടുള്ളത്. അവർ ചെയ്യാത്ത ഒരു കാര്യവും ഒരാൾ സംസാരിച്ചിട്ടില്ല. അതും അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പ്രൂഫ് വെച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയം വന്നപ്പോൾ പോലും രേഷ്മ പി തങ്കച്ചൻ്റെ കയ്യിൽ ഒരു പ്രൂഫും കാണിക്കാനില്ല. ആകെ കാണിക്കാനുള്ളത് ഇയാൾ അയച്ചു കൊടുത്ത കുറച്ച് ഫോട്ടോസ് മാത്രമാണ്, അല്ലാതെ വേറൊന്നും കാണിച്ചതായിട്ട് കണ്ടില്ല. ഇവിടെ പക്ഷേ അങ്ങനെയല്ല, ഇവിടെ ഓരോന്നിനും തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു വിഷയവും വിപിൻ ലാൽ എന്ന് പറയുന്ന സംവിധായകൻ ഷഫീന ബീവിയെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തത് അയാളുടെ ഒരു സുഹൃത്ത് വഴി, സുഹൃത്തിൻ്റെ നമ്പർ വാങ്ങിയിട്ടാണ് അയാൾ അപ്രോച്ച് ചെയ്തതെന്ന് പറയുന്നു. എന്തറിഞ്ഞിട്ടാണ് ഈ വൈറ്റ് വാഷിംഗ് ടീം ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്യുന്നത്? എന്ത് തോന്നിവാസം കാണിച്ചാലും സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ശരിക്കും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന വ്യക്തികളായിരിക്കണം. അല്ലാണ്ട് ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ നീ തെറ്റിലേക്ക് തന്നെ നിന്നെ തള്ളിവിടുന്ന വ്യക്തികളാവരുത് നിന്റെ സുഹൃത്തുക്കൾ. അത് നിന്റെ നാശത്തിലേക്ക് കലാശിക്കും. ഫേസ്ബുക്കിനകത്ത് പോകുമ്പോൾ തെറിവിളിയുടെ അഭിഷേകമാണ്. എന്ത് കണ്ടിട്ടാണ് ഇവരെ ഇത്രയും മാത്രം പുകഴ്ത്തി സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഇതിനകത്ത് ഷഫീന ബീവിക്ക് യാതൊരുവിധ ഇൻറ്റൻഷനും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ്. അയാൾ ഇവരെ വിളിച്ച് കാര്യം പറഞ്ഞു, ഇങ്ങനൊരു വിഷയമുണ്ട്, എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്, വരാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർ വരാമെന്ന് പറഞ്ഞു. രണ്ടുപേരും ഒരു പോയിന്റ് കാണുന്നു, അവരിത് സംസാരിക്കുന്നു. അയാൾ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ പറയുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു, ഇവരത് പബ്ലിഷ് ചെയ്യുന്നു. ഇതാണ് ഇവർ തമ്മിലുള്ള ബന്ധം. അല്ലാണ്ട് ഈ ലേഡീനെ തകർക്കാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക്. ഈ ലേഡീനെ തകർത്തുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ അവരെ ബിനാമിയായിട്ടോ എന്തായിട്ടോ വേണമെങ്കിൽ ചിത്രീകരിക്കാം. എനിക്ക് ന്യായമാണെന്ന് തോന്നുന്ന കാര്യമായിരിക്കും ഞാൻ ചെയ്യുന്നത്. അതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം. ദയവ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയാം. എനിക്കും കൂടി ബോധ്യപ്പെടണം. ഇവിടെ ഞാൻ തെളിവ് വെച്ചാണ് സംസാരിക്കുന്നത്, വെറുതെ വായ്ത്തളം പറയുന്നതല്ല. ഒരു ആൾ ഇൻ്റർവ്യൂ കൊടുത്തതിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ കാണിച്ചിട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്തതാണ്, പ്ലാനിങ് ആണ് എന്ന് പറയുന്നതിൽ എന്ത് ഉളുപ്പുണ്ടോ, ലേശം ഉളുപ്പുണ്ടോ? ആ വീഡിയോ മുഴുവൻ കണ്ടവർക്ക് മനസ്സിലാവും അയാൾ എന്താണ് അവിടെ ഉദ്ദേശിച്ചെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വ്യക്തിയെ വിളിച്ചതും അതിൻ്റെ എക്സാക്ട് കാര്യം എന്താണെന്ന് ചോദിച്ചറിഞ്ഞത്. എനിവേ, ഇതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. സോ വെളുപ്പിക്കാൻ ഇറങ്ങിയവർക്കെല്ലാം കുറച്ചുകൂടി കുമ്മായത്തിൻ്റെ കട്ടി കൂട്ടി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വെളുത്ത് കിട്ടുമായിരിക്കും. എന്നാലും ചാൻസ് കുറവാണ്. ശ്രമിച്ചു നോക്ക്. ഇതിന് മറുപടിയായിട്ട് വരുമായിരിക്കും. ഞാനിതിനൊന്നും മറുപടി തരാൻ പോകുന്നില്ല. പ്രൂവ് ചെയ്യേണ്ട കാര്യം പ്രൂവ് ചെയ്തു. നിങ്ങൾ അവിടെ കിടന്ന് പൊലമിക്കോ, ഒരു പ്രശ്നമില്ല. എനിവേ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.